കോഴിക്കോട് കൊയിലാണ്ടിയിൽ മണക്കുളങ്ങര ക്ഷേത്രോത്സവത്തിനിടെ ആനയിടഞ്ഞു. 2 ആനകൾ തിടമ്പേറ്റി നിൽക്കുകയായിരുന്നു. പെട്ടെന്ന് കതന പൊട്ടുന്ന ശബ്ദം കേട്ട് ഭയന്ന പീതാംബരൻ എന്ന ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ആന ഭയന്ന് അടുത്തു നിന്നിരുന്ന ആനയെ, ഗോകുൽ എന്ന ആനയെ കുത്തുകയും അതിൻ്റെ വയറിനൊക്കെ കുത്തേറ്റപ്പോൾ അതും പരിഭ്രാന്തരായി അത് ഓടി ദേവസ്വം ഓഫീസിൻ്റെ അടുത്തെത്തുകയും ദേവസ്വം ഓഫീസ് തകർക്കുകയും ചെയ്തു. ആ ദേവസ്വം ഓഫീസ് ഓട് മേഞ്ഞതായിരുന്നു. ആ ഓട് തകർന്നു വീണാണ് ധാരാളം പേർക്ക് പരിക്കേൽക്കുകയുണ്ടായത്. 3 പേർ മരിക്കുകയുണ്ടായി. കുറവിലങ്ങാട് സ്വദേശിയായ ലീല, അമ്മുക്കുട്ടി, പിന്നെ ഒരു രാജൻ. ക്ഷേത്രോത്സവങ്ങളിൽ കരിയും കരിമരുന്നും വേണ്ട എന്ന ഗുരുദേവൻ പറഞ്ഞൊരു വാചകമാണ് ഇപ്പോൾ ഓർമ്മ വരുന്നത്. കൃഷിയും വ്യവസായവും അഭിവൃദ്ധിപ്പെടുത്തുക എന്നതാണ് ക്ഷേത്രോത്സവങ്ങൾ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കേണ്ടത് എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത്. പണ്ടൊക്കെ ക്ഷേത്രോത്സവ പരിസരത്ത് വിത്തുകളും വിളകളും ഒക്കെ വിൽപ്പനയ്ക്കെത്തിയിരുന്നു. ഇപ്പോഴും കുറഞ്ഞ അളവിലെങ്കിലും വിത്തുകളും വിളകളും ക്ഷേത്ര ഉത്സവ പരിസരത്തും പള്ളിപ്പെരുന്നാൾ പ്രദേശത്തുമൊക്കെ നമുക്ക് കാണാൻ കഴിയാറുണ്ട്. ക്ഷേത്രോത്സവങ്ങളിൽ ഒരിടത്ത് വെടിമരുന്നാണ് പ്രശ്നമുണ്ടാക്കുന്നതെങ്കിൽ അടുത്ത സ്ഥലത്ത് അപകടമുണ്ടാക്കുന്നത് ആനയായിരിക്കും. ഇവിടെ 2 ആനയ്ക്ക് തിടമ്പേറ്റി നിൽക്കാനുള്ള സൗകര്യം പോലും ആ ക്ഷേത്ര പരിസരത്തുള്ളതായി നമുക്ക് തോന്നുന്നില്ല. അപ്പോൾ അവിടെ കൂടിയിരുന്ന ജനവും കൂടി ആകുമ്പോഴുള്ള അവസ്ഥ ഒന്ന് ഓർത്തു നോക്കൂ. ആന നിന്നിരുന്നതിൻ്റെ പറ്റിയുള്ള കുളത്തിന് അടുത്തായിട്ടാണ് കതന പൊട്ടിച്ചതെന്നാണ് ഇപ്പോൾ നമുക്ക് വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഈ ക്ഷേത്രത്തിൽ മടക്ക എഴുന്നള്ളത്തിന് 2 ആനകളാണ് ഉണ്ടാകാറുള്ളത്. അത് ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ഗോകുലും പീതാംബരനുമായിരുന്നു. പീതാംബരൻ പൊതുവെ ശാന്ത സ്വഭാവക്കാരനാണ്. പക്ഷേ ഇങ്ങനെ വെടിമരുന്നിൻ്റെ ശബ്ദവുമൊക്കെ അവനെ അസ്വസ്ഥനാക്കാറുണ്ട്. 3 പേർ മരിക്കുകയും 5 പേരുടെ നില ഗുരുതരമാണെന്നുമാണ് പറയുന്നത്. 30 പേരോളം ആൾക്കാർക്ക് നല്ല പരിക്കുണ്ട്. ആനകൾ തമ്മിൽ 3 മീറ്റർ അകലം വേണമെന്ന് ഹൈക്കോടതി പറഞ്ഞത് പുച്ഛിച്ചവരാണ് നമ്മൾ ഉത്സവപ്രേമികൾ. ഹൈക്കോടതി വിധിക്കെതിരെ ആനപ്രേമികൾ സുപ്രീം കോടതിയിൽ പോയപ്പോൾ സുപ്രീം കോടതി ഈ 3 മീറ്റർ അകലം വേണമെന്നുള്ളതിനോട് യോജിച്ച ഒരു മറുപടിയല്ല ഉണ്ടായത്. അത് ആനപ്രേമികൾക്ക് അനുകൂലമായൊരു മറുപടിയാണ് ലഭിച്ചത്. ഹൈക്കോടതി വിധി 3 മീറ്റർ അകലം ആനകൾ തമ്മിലും ആനയും ജനങ്ങളും തമ്മിൽ 7 മീറ്ററിൻ്റെ അകലമെങ്കിലും ഉണ്ടായിരിക്കണമെന്നാണ് അന്ന് നിർദ്ദേശിച്ചത്. പക്ഷേ അത് നടപ്പിലായില്ല. പക്ഷേ അത് നമുക്കിപ്പോൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ആ ക്ഷേത്ര പരിസരത്ത് സ്ഥല സൗകര്യം തീരെ കുറവായിരുന്നുവെന്ന് ആ തിടമ്പ് ഏറ്റ സ്ഥലത്ത് നിന്ന് ആനകൾ വരണ്ടോടുന്നത് കണ്ടാൽ നമുക്ക് മനസ്സിലാകാവുന്നതാണ്. കൂടുതൽ പേർക്കും പരിക്കേറ്റത് കാലിനാണ്. ചവിട്ടേറ്റ് കാലുകളെല്ലാം ഒടിഞ്ഞതായിട്ടാണ് ഡോക്ടർമാർ പറയുകയുണ്ടായത്. ക്ഷേത്ര പരിസരത്ത് ആനകളെ എഴുന്നള്ളിക്കുന്നതും നമ്മൾ അത് ആസ്വദിക്കുന്നതും നല്ലത് തന്നെ. പക്ഷേ അത് അപകടരഹിതമായിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത് വളരെ വലിയ കാര്യം തന്നെയാണ്. ക്ഷേത്രോത്സവങ്ങൾക്കിടെ കരിമരുന്നിൻ്റെ തീപിടുത്തത്താൽ എത്രയോ ജീവനുകൾ പൊലിഞ്ഞിട്ടുണ്ട്. എങ്കിലും നമ്മൾ കരിമരുന്ന് ഒഴിവാക്കാറുണ്ടോ? കരിയും കരിമരുന്നും വേണ്ട എന്ന ഗുരുദേവൻ്റെ ആദർശത്തെ മുറുകെ പിടിക്കണോ?